गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं कोमलं पूजयन् वेणुं श्यामलोऽयं कुमारक वेदवेद्यं परब्रह्म वासतां पुरतो मम। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। श्रीराम राम रामाय रमे रामे मनोरमे सहस्रनाम तत्तुल्यं രാമനാമവരാനേ. ഓം തത്സത്. എല്ലാവർക്കും നമസ്കാരം. സമയവിനിയോഗം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സമയം വിനിയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ സത്യധർമ്മത്തോടു കൂടി കർത്തവ്യനിഷ്ഠരായിട്ട് ഓരോ നിമിഷത്തിനെയും ആത്മജ്ഞാനത്തിന് വേണ്ടിയും മറ്റുള്ളവർക്കും തങ്ങൾക്കും ഉള്ള ആത്മദാനത്തിന് വേണ്ടിയിട്ട് ഓരോ നിമിഷവും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെയാണ് സമയവിനിയോഗം എന്ന് പറയുന്നത്. സമയം അമൂല്യമാണ്, അനർഘമാണ്, തുല്യമാണ്, വിലമതിക്കാൻ കഴിയാത്തതാണ്, നിർവചിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള ആ സമയം ഭഗവാൻ തന്നെയാണ്, കാലസ്വരൂപനാണ് ഭഗവാൻ. നമുക്കറിയാം, ബാക്കിയെല്ലാം നമുക്ക് നിർവചിക്കാൻ കഴിയും. പഞ്ചഭൂതങ്ങളെയും നവഗ്രഹങ്ങളെയും മറ്റുള്ള ഭൂമിയെ കാണുന്ന സർവ്വതും നമുക്ക് നിർവചിക്കാൻ കഴിയും. പക്ഷേ സമയം എങ്ങനെയാണ് നമ്മൾ നിർവചിക്കുവാനേ പറ്റില്ല. കാലസ്വരൂപനല്ലോ ഭഗവാൻ, കാലസ്വരൂപനല്ലോ പരമേശ്വരൻ എന്ന് എല്ലാ സ്ഥലത്തും നമുക്ക് ഭാഗവതത്തിലും നാരായണീയത്തിലും രാമായണത്തിലും ഒക്കെ കാലത്തിനെ ഭഗവാനായിട്ട് കൽപ്പിച്ച് പറയുന്നത് കാണാം. അപ്രകാരം അമൂല്യമായിട്ടുള്ള ആ കാലത്തിനെ നമ്മൾ എപ്രകാരം ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആ കാലത്തിനെ, അതായത് ഈ സമയത്തിനെ, ഈ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. ഈ നിമിഷം നമ്മൾ നന്നായിട്ട് ധന്യമായിട്ട് ഉപയോഗിച്ചാൽ, ഭഗവത് കൃപയോട് കൂടിയിട്ട് ചെയ്യേണ്ടത് ഈ നിമിഷത്ത് എന്ത് ചെയ്യണമോ അത് കൃത്യമായി ചെയ്താൽ നമ്മുടെ കഴിഞ്ഞ നിമിഷവും നന്നായിട്ടുണ്ടാവും, വരാൻ പോകുന്ന നിമിഷവും നന്നായിട്ടുണ്ടാവും. ഈ ഒരു നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. എല്ലാവരും എല്ലാവരും ജനിച്ചു വീഴുന്നത് ആ കാലസ്വരൂപൻ്റെ ആയിട്ടുള്ള കാലസർപ്പം എന്ന് പറയും. കാലത്തെ സർപ്പത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. ആ കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിലേക്കാണ് നമ്മളെല്ലാവരും. അത് ഓരോ നിമിഷവും നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിൽ, അതായത് പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയെ പോലെയാണ് ഓരോ ജീവജാലങ്ങൾ മാത്രമല്ല, എല്ലാ ചരാചരങ്ങളെല്ലാം ഭൂമിയിലുണ്ടായിട്ടുള്ള സർവ്വചരാചരങ്ങളും ആ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയെ പോലെയാണ്. ആ പാമ്പിൻ്റെ തലയിൽ അകപ്പെട്ട തവള അത് ഉള്ളിൽ മുഴുവൻ വിഴുങ്ങുന്നത് വരെയും തൻ്റെ നാവ് നീട്ടി അതിലെ കൂടി പോകുന്ന പ്രാണികളെ വിഴുങ്ങും.
അതുപോലെ നമ്മളും അടുത്ത നിമിഷം നമുക്ക് എന്താണ് ആവുക എന്നറിയില്ല. പക്ഷെ ഈ നിമിഷം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ നിമിഷം നമുക്കും ഫലപ്രദമായിരിക്കണം, മറ്റുള്ളവർക്കും ഫലപ്രദമായിരിക്കണം. മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത രീതിയിൽ നമ്മുടെ സമയം നമുക്ക് ആവശ്യമുള്ള പ്രകാരം നന്മ നിറഞ്ഞ വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിനെയാണ് സമയവിനിയോഗം അല്ലെങ്കിൽ സമയത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധയോടുകൂടി ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ സമയത്തെ ഉപയോഗിക്കണം. നമുക്കറിയില്ല നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത്. ഖഡ്വാങ്കനും പരീക്ഷത്തിനും ഒക്കെ അറിയാമായിരുന്നു അവർ മരിക്കുന്ന കാലം. ഖഡ്വാങ്കൻ എന്നത് നമ്മുടെ ഭാഗവതത്തിൽ വരുന്ന ഒരു മഹാരാജാവാണ്. അദ്ദേഹത്തെ ദേവലോകത്ത് അസുരന്മാരോടുകൂടി യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് ദേവന്മാർ ക്ഷണിച്ചു. അവിടെ ചെന്ന് അദ്ദേഹം യുദ്ധത്തിൽ ജയിച്ചപ്പോൾ ഖഡ്വാങ്കനോട് ചോദിക്കുകയാണ്, എനിക്ക് എന്താണ് വരം വേണ്ടത്? യുദ്ധത്തിൽ ജയിച്ച് നമ്മളെ അന്നത്തെ കാലത്തൊക്കെ ഈ ഭൂമിയും ദേവലോകവും തമ്മിൽ പരസ്പരം ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിന്റെ ആദ്യ ഭാഗത്തുകൂടി അങ്ങനെ ദേവലോകവും മനുഷ്യലോകവും ഭൂമിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരികയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്രകാരം ഖഡ്വാങ്കനോട് ചോദിക്കുകയാണ്, എനിക്ക് എന്താണ് വരം വേണ്ടത്? അപ്പോൾ ഖഡ്വാങ്കൻ പറയുകയാണ്, എനിക്ക് വരം വേണ്ടതിന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് എത്ര ആയുസ്സുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ആയുസ് നമുക്ക് ഇപ്പോൾ നാളെ ഞാൻ മരിക്കുമെങ്കിൽ ഇന്നെനിക്ക് 1 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ലോട്ടറി കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് വരമെന്ന് ചോദിക്കണമെങ്കിൽ എനിക്ക് എത്ര ആയുസ്സുണ്ടെന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ഖഡ്വാങ്കന്റെ ആയുസ് ദേവന്മാർ ഗണിച്ച് ചൊല്ലുകയാണ്, എനിക്ക് ഒരു മുഹൂർത്ത സമയം മാത്രമേ ആയുസ്സുള്ളൂ എന്ന്. അങ്ങനെ കേട്ടപ്പോൾ ഖഡ്വാങ്കൻ ഉടനെ അവിടെ നിന്നും തൻ്റെ രാജധാനിയിലേക്ക് തിരിച്ച് പൂജാമുറിയിൽ കയറി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ വിനയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് നാമകീർത്തനത്തിലും എല്ലാ സ്ഥലത്തും ഖഡ്വാങ്കനെ സ്മരിക്കുന്നത് കാണാം. അപ്രകാരം നമുക്ക് ആയുസ് എത്രയുണ്ട് നമുക്കറിയാം. അതേ പരീക്ഷത്തിന് 7 ദിവസം ആയുസ്സുണ്ടെന്ന് പറയും. നമുക്കൊന്നും നമ്മുടെ ആയുസ് അറിയില്ല. എന്തും പോകാം, 10 ദിവസം കോടികളുണ്ടാകാം, അല്ലെങ്കിൽ മാസക്കണക്കിനുണ്ടാകാം, വർഷക്കണക്കിനുണ്ടാകാം. എപ്പോഴാണ് നമ്മൾ പോകുന്നത് എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ പരീക്ഷത്തിന് 7 ദിവസം ഒരു അറിയാതെ താനൊരു തെറ്റ് ചെയ്തപ്പോൾ 7 ദിവസം കൊണ്ട് പാമ്പ് കടിച്ച് മരണമടയും എന്ന് കേട്ടപ്പോൾ പരീക്ഷിത്ത് തൻ്റെ രാജഭാര്യം എല്ലാം തൻ്റെ മകനെ ഏൽപ്പിച്ച് ഗംഗാനദി തീരത്ത് പോയിട്ട് അവിടെ ഇരുന്ന് പ്രായോപവേശം ചെയ്യാൻ പോവുകയും അപ്പോൾ അദ്ദേഹം നമ്മളൊരു കാര്യം ചെയ്ത് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപ അവിടെ എത്തും. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും. അങ്ങനെയാണ് അദ്ദേഹത്തിന് ശുഖബ്രഹ്മർഷി അവിടെ എത്തിച്ചേരുകയും 7 ദിവസം കൊണ്ട് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് കൊടുത്തത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ശ്രീമദ് മഹാഭാഗവതം ലഭിക്കുകയും ശ്രീമദ് മഹാഭാഗവതത്തിന്റെ മഹത്വം എന്താണെന്ന് വെച്ചാൽ മരണം നമ്മളെ കീഴടക്കുന്നതിന് മുന്നേ നമുക്ക് മരണത്തെ കീഴടക്കാം. എന്തൊന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ടൊന്നുമില്ലയോ, അതാണ് ശ്രീമദ് മഹാഭാഗവതം. മരണഭയം നമ്മളെ തീണ്ടുകയില്ല. ശ്രീമദ് മഹാഭാഗവതം നമ്മൾ മുഴുവനായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ അതിജീവിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അത് നമുക്ക് ലഭിക്കാൻ കാരണം പരീക്ഷിത്താണ്. അപ്രകാരം ഇങ്ങനെ മഹാത്മാക്കളൊക്കെ ഇന്ന ദിവസം മരിക്കും. പിന്നെ ഈ സമയം എന്ന് നമ്മൾ പറയുന്നത് വലിയ മഹാത്മാക്കൾക്കും ജീവൻ മുക്തി നേടിയവർക്കും തൻ്റെ ഈശ്വര സാക്ഷാത്കാർക്കും നേടിയവർക്കൊക്കെ സമയം അവർക്ക് വിധേയമാണ്. എന്നാൽ നമ്മളൊക്കെ സമയത്തിന് വിധേയമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇത്ര സമയം നമുക്ക് ഉണ്ട് എന്നും അറിയുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അതിൽ എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ കാണണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ ചെയ്ത് ചിന്തിച്ച് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ആ ഭഗവാന്റെ കൃപയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. അങ്ങനെ ശരിയായ കൃത്യമായ രീതിയിൽ നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗിക്കുന്നതിനാണ് സമയവിനിയോഗം എന്നുള്ള അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ സംഭവ സംഘടനയുടെ പുതിയ ഗുരുജിയെ പറ്റി ചിന്തിക്കാം. അദ്ദേഹം ഇതിനുള്ളിൽ ഒരു ബീജം വന്നു, തൻ്റെ ഗുരുവിനെ ആദരിക്കണം, അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇപ്പോൾ ദ്വാദശ ഇങ്ങനെ ഒരു എല്ലാവരെയും കൊണ്ടും പ്രഭാഷണം ചെയ്യിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോയി. അതിനെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് നടത്തേണ്ടത് എന്നുള്ളൊരു രൂപരേഖ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. തൻ്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു. അവരൊക്കെ അതിന് പ്രതിബദ്ധരായിട്ട് പ്രവർത്തിച്ചു, കാര്യം സാധിച്ചു. അങ്ങനെ സമയത്തെ അങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായ സമയത്തിനെ ഇതാകുന്നതല്ല. സമയവിനിയോഗം എന്നതിനെ കൊണ്ട് ഉപയോഗിക്കുന്നത് ആ സമയം, നമുക്ക് ലഭിച്ച സമയം നമ്മൾ എങ്ങനെ ഫലപ്രദമായി തനിക്കുമായിരിക്കണം,
മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തി ആ സമയം നന്മയ്ക്കായിക്കൊണ്ട് നന്മയിലേക്ക് കൂടി നമുക്കും നന്മയായിരിക്കണം, മറ്റുള്ളവർക്കും നന്മയായിരിക്കണം എന്നാണ് ഈ സമയവിനിയോഗത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം, നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പറയുന്നത് നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് രാത്രി തന്നെ ഇന്നതൊക്കെ ചെയ്യണമെന്ന് ഒരു പുസ്തകവും പേപ്പറും എടുത്ത് എഴുതി വെക്കണമെന്ന്. ഒരേ ലിസ്റ്റ് നാളെ നമുക്ക് ഇന്നതൊക്കെ ചെയ്യാനുണ്ട്, ഇവിടെ പോകാനുണ്ട്, അമ്പലത്തിൽ പോകാനുണ്ട്, കറണ്ട് ബില്ല് അടക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഓരോരോ കാര്യങ്ങളും ഒരിക്കലും എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ആദ്യം മുഖ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അത് മാർക്ക് ചെയ്ത് ഇത് മുഖ്യം, ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത്, ഇതത്ര മുഖ്യമല്ല, വേറെ ആൾക്കാരെ കൊണ്ടും ചെയ്യിപ്പിക്കാം, മറ്റേത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ 4 വിധത്തിലായിട്ട് നമ്മൾ എഴുതിയ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് മുഖ്യമായതും അർജൻറ്റായിട്ടുള്ളതും നമ്മൾ അടുത്ത ദിവസം പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത് പെട്ടെന്ന് ചെയ്യുക, മുഖ്യമായിട്ടുള്ളത് ചെയ്യുക, കഷ്ടമായിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക. ഇപ്പോൾ കറണ്ട് ബില്ലടക്കുക, മറ്റെന്തെങ്കിലും ഒക്കെ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ആ ഭാഗത്ത് പോകുന്നവരെ കൊണ്ട് ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തു, ആ ബുക്ക് അവിടെ അല്ലെങ്കിൽ എന്നൊന്ന് കൊടുക്കണം, അങ്ങനെയുള്ളത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ടും തെറ്റില്ല, അവർക്കും നമുക്ക് ഒരു ഉപകാരം ചെയ്തു എന്നുള്ള സന്തോഷമാണ് ഉണ്ടാവുക. ആരെയും കൊണ്ടും ഒരു പ്രവൃത്തിയും ചെയ്യിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്നതും തെറ്റാണ്. നമുക്ക് ആവുന്നത് നമ്മൾ ചെയ്യണം, എങ്കിലും മറ്റുള്ളവരെ കൊണ്ട് അവർക്ക് പറ്റുന്നത്, നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് ചെയ്താൽ അവർക്കൊരു സന്തോഷമാണ്. എനിക്കിന്ന് അവരെ സഹായിക്കും. നമ്മൾ ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോൾ ടീച്ചർ നമ്മളോട് ആ പുസ്തകം എടുത്തിട്ട് വരും, അല്ലെങ്കിൽ അത് കൊണ്ട് തരും എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമായിരിക്കും. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, എനിക്കത് ചെയ്യാൻ പറ്റി ടീച്ചർക്ക് വേണ്ടി. അതുമാതിരി നമ്മളും വേറെ ആളെ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യിപ്പിച്ചാൽ അവർക്ക് വേണ്ടി എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം അവർക്കുണ്ടാവും. പിന്നീട് ആ മുഖ്യമല്ലാത്ത അതാണ് ഡെലിഗേറ്റ് ചെയ്യുക, അത് നമ്മൾ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ പ്രവൃത്തികൾ. പിന്നീട് അവസാനത്തെ കാര്യം, ചെയ്താലും കുഴപ്പമില്ല ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം സിനിമക്ക് പോകാൻ തീരുമാനിച്ചു, സിനിമക്ക് പോയില്ലെങ്കിലും വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റാതെ വിടുക. അതിനുശേഷം അന്നത്തെ രാത്രി തലേന്ന് നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കി, അതിൽ നിന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അടുത്ത ദിവസം എന്തൊക്കെ അങ്ങനെ ചെയ്താലാണത്രേ, അങ്ങനെയാണത്രേ മഹാത്മാക്കളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു പിഴവും വരികയില്ല. അന്നന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ അന്നന്ന് ചെയ്യാനും സാധിക്കും. ചെയ്യുന്നതൊക്കെ മികവുറ്റായിട്ടും വളരെ നന്നായിട്ടും ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് 4 ഇംഗ്ലീഷിൽ 4D എന്ന് പറയും. ഒന്ന് ഡു ഇറ്റ് നൗ, ഡെലിഗേറ്റ്, ഡിലേ, ഡിലീറ്റ്. വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക, വേണ്ടത് ചെയ്യുക, അത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് സമയവിനിയോഗം എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. സമയത്തെക്കുറിച്ച് എല്ലാ ഇതിലും പറയുന്നുണ്ട്, പരമാവധി കർമ്മങ്ങൾ ധർമ്മനിഷ്ഠമായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സമയം ചെയ്യുക, സമയം വിനിയോഗിക്കുക എന്ന് പറയുന്നത്. അതേപോലെ മറ്റുള്ളവരുടെ സമയം പാഴാക്കി കളയാനും പാടില്ല. ഒരു സ്ഥലത്ത് നമ്മൾ ഇന്ന സമയത്തിൽ പോയി നമ്മൾ ചെയ്തത് മാതിരി അറിയാതെ നോട്ടീസിൽ 10:30 എന്ന് അടിച്ചു, 11 മണിക്ക് 11:30ക്കാണ് തുടങ്ങിയത്. പലർക്കും പല തിരക്കുകളും കാണും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ സമയം പാഴാക്കി കളയാനും നമുക്കാർക്കും അധികാരമില്ല. സമയത്തെ കൃത്യമായി വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അഥവാ ആ സമയത്ത് ഒരു സ്ഥലത്ത് നമ്മൾ എത്താമെന്ന് പറഞ്ഞു, അഥവാ എത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എത്താൻ കുറച്ച് താമസമുണ്ട്, അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ തുടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമയത്തെ പാഴാക്കാതെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്തു തന്നെ ആയാലും മറ്റുള്ളവർക്കും ആ സമയത്തിന് വില, നമ്മളെ പോലെ തന്നെ അവർക്കും അവരുടെ സമയത്തിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കണം. ചിലരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാണില്ല, പക്ഷേ എത്താനായോ എന്ന് ചോദിച്ചാൽ ഇതാ ഒരു നിമിഷം കൊണ്ട് എത്തി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വൈകിക്കുന്നത് നമ്മൾ വളരെയധികം കാണുന്നതാണ്. പിന്നെ നമുക്ക് വീണ് കിട്ടുന്ന സമയം, അതായത് വിചാരിക്കാതെ നമുക്ക് ചില സമയങ്ങളൊക്കെ നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്, സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കാണ് വണ്ടി 1 മണിക്കൂർ ലേറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അസുഖങ്ങൾ കാണുന്ന കിടപ്പിലാവുക, അങ്ങനെയൊക്കെയുള്ള സമയം നമുക്ക് മറ്റുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാനുണ്ടാവില്ല. നമ്മൾ തീരുമാനിച്ച സമയം ആ വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള പോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ സമയം വീണ് കിട്ടുന്നതായി കരുതി അയ്യോ വണ്ടി ലേറ്റായല്ലോ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ടിരിക്കാതെ ആ സമയത്തെ നമുക്ക്
കുറച്ച് ദിവസമായി സ്വസ്ഥമായിട്ട് ജപിച്ചിട്ട് എന്നതാണ് സ്റ്റേഷനിൽ ജപിക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ പുസ്തകമുണ്ടെങ്കിൽ വായിക്കാൻ, നമ്മൾ തിരക്കുകൊണ്ട് വായിക്കാൻ പറ്റിയിട്ടില്ല, അത് വായിക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചുറ്റും നമുക്ക് വീക്ഷിക്കാം. ഒബ്സർവേഷൻ ഓരോന്നിനെയും നോക്കുമ്പോഴാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. മനുഷ്യനായാലും ശരി, ഒരു കുരുവിയായാലും ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്നും നമുക്ക് അനേകം പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ വളരെ രസകരമാണ് എന്ന് മനസ്സിലാവുക. നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയാണത്ര ദത്താത്രേയൻ മഹർഷി 24 ഗുരുക്കളെ കണ്ടുപിടിച്ചത്. ഓരോ ജീവിയെയും നോക്കുമ്പോഴാണ് ആ ജീവിയിൽ നിന്നും നമുക്ക് ഒരു ചിലന്തിയെ നോക്കിയാൽ മതി, വളരെ ശ്രദ്ധയോടുകൂടി അത് ആ വല കെട്ടുന്നതും വലിയ എന്തെങ്കിലും ഒന്ന് വന്നിരുന്നാൽ വന്ന് ഭക്ഷിക്കുന്നതും, ഉറുമ്പുകളെ ശ്രദ്ധിച്ചാൽ ഉറുമ്പുകൾ, അതുമാതിരി അവരൊക്കെ സമയം എപ്രകാരം വിനിയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയത്തെ വീണ് കിട്ടുന്ന സമയം പോലും നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും. കാലിന് ഫ്രാക്ചറായിട്ട് നമ്മൾ കിടക്കുകയാണ്, നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് തീരുമാനിക്കാതെ ആ സമയവും ഫലപ്രദമായി, പിന്നെ ഒന്നുമില്ലെങ്കിൽ ജേഷിക്കൊക്കെ അനുഭവമാണ് അല്ലേ, രാമനാമം ജപിച്ചാൽ മതി. രാമനാമത്തോടെ മഹത്വമേറിയത് ഒന്നുമില്ല. സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം എന്നാണ് പാർവതി ദേവിക്ക് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുമാതിരി ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ സമയത്ത് ചെയ്താൽ നമുക്ക് ആ സമയം നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, നമുക്ക് വീണ് കിട്ടുകയാണ്. നിധി കിട്ടുന്നത് മാതിരി വീണ് കിട്ടുകയാണ്. ഇങ്ങനെ വണ്ടി ലേറ്റ് ആകുമ്പോഴും ഇതാകുമ്പോഴൊക്കെ നമ്മൾ സമയത്തെ ശപിക്കാതെ, ലേറ്റാതിനെ ശപിക്കാതെ ആ സമയം പോലും നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും. സമയത്തിൻ്റെ വിനിയോഗം അത്രയ്ക്കും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ശ്രീരാമസ്വാമി ഒരു പക്ഷേ പട്ടാഭിഷേകമൊക്കെ ചെയ്ത് രാജാവായി അങ്ങ് സുഖിച്ചിരുന്നു പോകുമോ, തൻ്റെ അവതാര ഉദ്ദേശം മറന്നു പോകുമോ എന്നൊരു സംശയം ദേവലോകത്തുള്ള എല്ലാവർക്കും, ദേവന്മാർക്കൊക്കെ ഉണ്ടായി. മഹാവിഷ്ണു തൻ്റെ വന്ന ഇവിടെ ഭൂലോകത്ത് വന്ന് രാജാവൊക്കെയായി സുഖിച്ച് കല്യാണമൊക്കെ കഴിച്ചു. ഈ രാജാവുമായി കഴിഞ്ഞാൽ പിന്നെ രാവണനെ കൊല്ലേണ്ടത് കാര്യം മറന്നു പോകും എന്ന് കരുതിയിട്ട് നാരദർ വരികയാണ് ചോദിക്കാൻ. ഒന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, കാലാവലോകനം നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഭഗവാൻ താമസം എന്തല്ലി ശ്രീരാമൻ പറയുന്നു, കാലാവിളംബനം എന്തിനെന്നല്ലി കാലാവലോകനം കാര്യസാധ്യതണം. കാലത്തെ അതുമുണ്ട് മുഖ്യം. നമ്മൾ സമയം നോക്കി കണ്ടും ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ ശിവയിൽ നടക്കുമ്പോൾ ഇവിടെ പ്രഭാഷണം നടത്തിയാൽ അത് ഒരു ഉചിതമല്ലാത്ത പ്രവൃത്തി. മരിച്ച വീട്ടിൽ പോയിട്ട് അവിടെ ഉചിതമല്ലാത്ത ഒരു പ്രവൃത്തി അവിടെ ചെയ്താൽ, അതുകൊണ്ട് കാലവും സമയവും കാലം നോക്കി കാലാവലംബനം കാര്യസാധ്യം ഗണം എന്ന് ശ്രീരാമസ്വാമി പറയുന്നത്. കാലം നോക്കി സമയം കണ്ടു വേണം ഓരോ പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടിയിട്ട്. എന്തെന്നാൽ കാലത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് അരോചകമായി തീരും. ആ സമയത്ത് അത് എടുപ്പിടുകയും, ഇനി എത്ര നല്ല പ്രവൃത്തിയായാലും ശരി, നമ്മൾ ആ കാലം നോക്കി സമയം നോക്കി അത് വേണ്ടത്രേ ചെയ്യാനും പാടില്ല. ഓവറായി ചെയ്താലും അത് മോശമായി പോകും. ഇത് ഒരു കഥ, ശിവന്റെ കഥയിലുണ്ട്. ശിവനും സതീദേവി ദേഹത്യാഗം ചെയ്തതിനു ശേഷം പാർവതി ദേവി മേനാദേവിക്കും ഹിമവാനും പുത്രിയായി ജനിച്ചു. അങ്ങനെ ജനിച്ച് പാർവതി മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ദേവി തപസ് ചെയ്യുക. ശിവൻ തപസ് ചെയ്യുന്നതിൻ്റെ അടുത്ത് നിന്ന് ശിവന് പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുക, ശിവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും ശിവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശിവഭഗവാനും പാർവതി ദേവിക്കും ഉണ്ടാകുന്ന സന്താനത്തിനാണ് താരകാസുരനെ വധിക്കാൻ പറ്റുക. ഇപ്പോൾ ദേവലോകത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഭയമായി. എന്നാൽ ശിവൻ കണ്ടു തുറക്കുന്നേയില്ല, ഒരു പ്രാവശ്യം പോലും പാർവതി ദേവിയെ കണ്ടിട്ടുമില്ല. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഇവർക്ക് സന്താനം ഉണ്ടാകുന്നില്ല. സന്താനം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് താരകാസുരനെ വധിക്കുന്നത് വൈകി പോകും. അപ്പോൾ അവർ മന്മഥനോട് പറയുകയാണ്, മന്മഥ നീ പോയിട്ട്, മന്മഥനാണ് നമ്മുടെ ഉള്ളിൽ വികാരം, സ്നേഹം, പ്രേമത്തിൻ്റെ വികാരം ഉണ്ടാക്കുന്ന ദേവനാണ് മന്മഥൻ. മന്മഥനോട് പറയുകയാണ്, നീ പോയി അവിടെ പരമശിവന്റെ മനസ്സിൽ പാർവതി ദേവിയോട് ഒരു അനുകമ്പയുണ്ടാക്കുക. മന്മഥൻ പോയി പാർവതി ദേവി പാദപൂജ ചെയ്യുന്ന സമയത്ത് ശിവന്റെ മനസ്സിൽ അമ്പെയ്തു. ശിവന് ഒരു വാത്സല്യം തോന്നി, കണ്ണു തുറന്നു. പാർവതി ദേവിയെ കണ്ടപ്പോൾ പാർവതി ദേവിയോട് ഒരു അനുകമ്പ തോന്നി. അടുത്ത നിമിഷം അനുകമ്പ തോന്നിയല്ലോ, കണ്ണു തുറന്നല്ലോ എന്നുള്ള ഒരു പരമാഹ്ലാദത്തിൽ മന്മഥൻ അതോടെ നിർത്തിയിട്ടുണ്ടാകണം. പക്ഷെ അദ്ദേഹം വീണ്ടും ഒരമ്പെയ്തപ്പോൾ ശിവന് പാർവതിയോടൊരു ആഗ്രഹം തന്നെ വന്നു. എന്താണ് ഇത്, എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വരാൻ സാധ്യതയില്ലല്ലോ
എനിക്കെന്താണ് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത് എന്ന് കരുതി അദ്ദേഹം പെട്ടെന്ന് തുറന്നു കണ്ണ് വീഴ്ചങ്ങ് ചുറ്റുമെന്ന് നോക്കുമ്പോൾ മന്മഥനെ കാണുകയും നോക്കിയ നിമിഷം തന്നെ മന്മഥൻ അവിടെ ഗ്രഹിച്ചു പോവുകയും ചെയ്തു. അതാണ് കാലം നോക്കി സമയം നോക്കി വേണ്ടത്ര ചെയ്യണം. അധികം ചെയ്തതുകൊണ്ടാണ് മന്മഥനെ അപ്രകാരം ഒരു ആപത്ത് സംഭവിച്ചത്. ഏത് സമയത്ത് ചെയ്യുന്നതും അതത് സമയത്തിന് യോജിച്ച വിധത്തിൽ അതത് സമയത്തിന് വേണ്ട വിധത്തിൽ കാലം സമയം നോക്കിയിട്ട് ചെയ്യണം, എന്നാലേ അത് സഫലമാവുകയുള്ളൂ. അതുമാതിരി കറക്റ്റ് സമയത്ത് സമർപ്പണം. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ സമയത്ത് എല്ലാവരുടെയും നന്മയ്ക്കായിട്ടും നമ്മളുടെ നന്മയ്ക്കായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം. ആ ഭഗവാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഏത് സമയം നമ്മൾ നിശ്ചയിച്ചാലും അദ്ദേഹം നിശ്ചയിക്കുന്ന സമയം മാത്രമേ നടക്കുകയുള്ളൂ. ആ നടക്കാൻ കാര്യം നമ്മൾ പ്രയത്നിക്കണം. അലസതയും മൂഢത്വവും ഒക്കെയാണ് ഈ കാലത്തെ നമ്മൾ പറയുന്നത്. കാലം നശിപ്പിക്കരുത്, അല്ലെ കാലം മോശം, സമയത്തെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, സമയത്തെ നശിപ്പിക്കരുത് എന്ന് പറയുന്നത് ഒന്ന് അലസത, രണ്ട് മറ്റുള്ളവരെ കുറിച്ച് നാം പറയുന്നത് മറ്റുള്ളവരോടുള്ള അസൂയ, മറ്റുള്ളവരോടുള്ള കുശുമ്പ്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇതോടുകൂടി പ്രവർത്തിക്കുന്നതാണ് കാലത്തെ നശിപ്പിക്കുകയും. അല്ലാതെ ഉറങ്ങുന്നതൊന്നുമല്ല. ഉറങ്ങുന്നതോ മറ്റ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതോ ഒന്നും കാലത്തെ നശിപ്പിക്കുന്നതല്ല. കാലത്തെ നശിപ്പിക്കുന്നത് മറ്റുള്ളവരോടുള്ള അസൂയ, കുശുമ്പ്, വേണ്ടാത്ത സംസാരം പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. നമ്മൾ നന്മ വിചാരിക്കുക, നന്മ ചെയ്യുക, നന്മയിലൂടെ ചരിക്കുക. നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഭഗവാനെ അവിടുത്തെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് കൃപയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ഓരോ ദിവസവും മടിയില്ലാതെ, രാവിലെ എഴുന്നേൽക്കാൻ മടിയാണെങ്കിലും ബ്രഹ്മമുഹൂർത്തമാണ്, ആ നിമിഷം എഴുന്നേറ്റ് ചെയ്താൽ നമുക്ക് നന്മയാണ്. നമുക്ക് മാത്രമല്ല നമ്മളെ ചുറ്റിയുള്ളവർക്കും നമ്മുടെ നാട്ടിനും നന്മയാണ് എന്ന് കരുതി ആരോഗ്യമുള്ളവർ പരമാവധി ശ്രമിച്ച് കഴിയുന്നത്ര നേരത്തെ എഴുന്നേൽക്കുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ആ ഭഗവാനോട് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകണം. എല്ലാ പ്രവൃത്തികളിലും നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാൻ അനുവദിക്കണം. ആർക്കും നമ്മളെ കൊണ്ട് ദ്രോഹം ഉണ്ടാക്കാതെ നിത്യജീവിതം കടന്നു പോകണം എന്ന് പ്രാർത്ഥിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കർത്തവ്യം, നമ്മുടെ സമയവിനിയോഗം എന്ന് പറയുന്നത്. നമുക്ക് സമർപ്പിക്കാം. സമയമായി എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ചെയ്യുന്നതെല്ലാം ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് ചെയ്യുന്നത്. എൻ്റെ, ഞാൻ, എന്നോട് ഇങ്ങനെയുള്ള 7 വിഭക്തികളിലും ആ ശ്രീകൃഷ്ണ ഭഗവാനെ നാം സമർപ്പിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ആ പദങ്ങളിൽ ചേർത്ത് ആ ശ്രീകൃഷ്ണ ധ്യാനം അത് പറയുകയാണ്. എല്ലാം അവിടുന്ന് മാത്രമാണ്. ആ ഭഗവാൻ ഞാൻ എന്ന ഒന്നും ഇല്ല, എല്ലാം അവിടുത്തെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ സമർപ്പിച്ച് നമുക്ക് ഇന്നത്തെ പ്രഭാഷണം ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കാം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസമ കൃഷ്ണായ ദത്തം മനാ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്ത്യഹം കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഓം തത്സത്. സമർപ്പണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീ മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സമസ്ത ലോകാഃ സുഖിനോ ഭവന്തു. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ക്ഷമാപണം.
യദക്ഷരം പദഭ്രഷ്ടം മാത്രാഹീനം ത്വയദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന രക്ഷ രക്ഷ മഹേശ്വര രക്ഷ രക്ഷ മഹേശ്വരി. ചരണനദജലഭരണതവകഥകളിന്നു ഞാൻ ചിറ്റു പിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയോട് പൊറുത്തുമാ തൊൽഭക്തരാവാനനുഗ്രഹിക്കണമേ തൊൽഭക്തരാവാനനുഗ്രഹിക്കണമേ. ഓം തത്സത്. പ്രാർത്ഥന ചൊല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി. എല്ലാവർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറയാം, ചൊല്ലാം, നിങ്ങളെല്ലാം ഏറ്റു ചൊല്ലുക. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിത്പ്രകാശ രൂപനെ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആത്പദാർത്ഥം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. രാമായണത്തിലെ കുറേ ഫോട്ടോ ചോടി ശിശുവിൻ്റെ സമയം നല്ല സംതാളത്തിനെ പറ്റിയിട്ടാണ് എന്തെന്ന് വായിക്കുമ്പോൾ കമലജന് മതിവരു കരുതുമളവേതുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം. ഇന്ന് രാവിലെ സുന്ദരകാന്ഡം വായിക്കുമ്പോൾ കണ്ടത് ബ്രഹ്മാവിന് പോലും സമയത്തിൻ്റെ ഇതറിയില്ല. സമയം വേണ്ട എന്നിട്ടായില്ല.